सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है. എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം 2023 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ എഴുതേണ്ട രീതിയും മാർക്കുകളും അത് സംബന്ധിച്ചുള്ള വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം ഞാൻ ഇതിൽ വളരെ ലഘുവായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാലേ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആദ്യം കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പെഹല 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം ഹേ. ആദ്യത്തെ 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ദി ടൈം ഉണ്ട്. इस समय प्रश्नों का वाचन करें और उत्तर लिखने की तैयारियां करें. ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം വായിക്കാനും അതുപോലെ തന്നെ ആൻസർ എങ്ങനെ എഴുതണം എന്ന തയ്യാറെടുപ്പ് നടത്തുന്നതിനും വേണ്ടിയാണ് നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം തരുന്നത്. ഇപ്പോൾ കൂട്ടുകാർക്ക് ആദ്യത്തെ നിർദ്ദേശം മനസ്സിലായി കാണും. 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ദി ടൈം ഉണ്ട്. ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം വായിക്കുന്നതിനും ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയാണ്. വൈകല്പ്യ പ്രശ്നവും മേംസെ കിസി ഏക് കാഹി ഉത്തർ ലിഖേ. ഇനി ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അഥവാ എന്ന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കാണും. അതിൽ ഏതെങ്കിലും ഒന്നിന് ആൻസർ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഏതാണോ നല്ലതുപോലെ അറിയുക എന്നുള്ളത് അത് മാത്രം എഴുതിയാൽ മതി. അതാണ് പറഞ്ഞത്. വൈകല്പ്യ പ്രശ്നവും മേംസെ കിസി ഏക് കാഹി ഉത്തർ ലിഖേ. അപ്പം ചോയ്സ് ഉള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ സ്കോർ 40 മാർക്കിനാണ് പരീക്ഷ. അപ്പോൾ സാമാന്യ നിർദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. സൂചന പക്ഷി और दीमक कहानी का यह अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे. ആദ്യം നമുക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷി और दीमक എന്ന കഥയുടെ ഭാഗമാണ്. അത് നിങ്ങൾ നല്ലപോലെ വായിച്ചു നോക്കുക. വായിച്ചു നോക്കി താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം. നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैल गाड़ी को देख लेता है. നമ്മുടെ കഥയുടെ ഒരു ചെറിയൊരു ഭാഗമാണ്. ഒരു ദിവസം ആ നൗജവാൻ പക്ഷി, ആ യുവാവായ പക്ഷി ജമീൻ पर चलती हुई एक बैल गाड़ी को देख लेता है. അപ്പം ഭൂമിയിൽ കൂടെ ഒരു സഞ്ചരിക്കുന്ന ഒരു കാളവണ്ടി നോക്കുകയാണ്. ഉസ്മേ ബെഡെ ബെഡെ ബോരെ ഭരെ ഹുയേ ഹെ. അതിൽ വലിയ വലിയ ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഗാഡി വാല ചില്ല ചില്ലാക്കർ കവിതാ ഹെ. ആ വണ്ടിക്കാരൻ ഉച്ചത്തിൽ നിലവിളിച്ച് പറയുകയാണ്. ദോ ദീമക്കവും ലോ ഏക്ക് പങ്ക് ദോ. 2 ദീമക്കവും ചിതലുകൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു പങ്ക് നൽകുക. പങ്ക് ചിറക്. അതാണ്. അപ്പോൾ സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നൗജവാനി പക്ഷി കോ കിസ്കാ ഷൗക്കുദ. നൗജവാനി പക്ഷി കോ കിസ്കാ ഷൗക്കുദ. അപ്പം നൗജവാനി പക്ഷിക്ക് എന്തായിരുന്നു താല്പര്യം? എന്തിനോടായിരുന്നു താല്പര്യം? നമുക്ക് നോക്കാം. ചോയ്സ് ഫലോം ക പഴങ്ങളുടെ, ദാനോം ക ധാന്യങ്ങളുടെ, ദീമക്കോം ക സബ്ജിയോം ക ഏതായിരുന്നു? അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായി കാണും. ദീമക്കോം ക ചിതലുകളടുത്താണ് എന്താണ് അതിന് താല്പര്യം ഉണ്ടായിരുന്നത്. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേ. അപ്പോൾ ഇനി പറയുന്നത് നമുക്ക് മോഡൽ കൊടുത്തിട്ടുണ്ട്. ആ മോഡൽ പ്രകാരം വാക്യങ്ങളെ നിങ്ങൾ മാറ്റി എഴുതണം എന്ന് പറയുകയാണ്. അതിങ്ങനെ വായിക്കുകയാണ്. ആദ്യത്തെ ബോക്സിലുള്ളത് യഹ് പക്ഷി ഉടുത്താ ഹെ. യഹ് പക്ഷി ഉടുത്താ ഹെ. അപ്പുറത്തെ കോളത്തിൽ ഇങ്ങനെയാണ് യഹ് പക്ഷി ഉടുത്താദ. യഹ് പക്ഷി ഉടുത്താ ഹെ. ഈ പക്ഷി പറക്കുകയാണ്. യഹ് പക്ഷി ഉടുത്താദ. ഈ പക്ഷി പറന്നിരുന്നു. രണ്ടും 2 കാലമാണ്. യഹ് ഗാഡി ചൽത്തി ഹെ.
ഈ വണ്ടി എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. യഹ് ഗാഡി ചൽത്തി തി, ഈ വണ്ടി ചലിച്ചിരുന്നു അല്ലെങ്കിൽ സഞ്ചരിച്ചിരുന്നു എന്നാണ് നമ്മൾ ആൻസർ ചെയ്താനുള്ളത്. അതായത് നമുക്ക് കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾ എങ്ങനെയാണോ അതേപോലെ വേണം നമ്മൾ അപ്പുറത്ത് എഴുതാനുള്ളത്. എന്താണ്? യഹ് ഗാഡി ചൽത്തി ഹെ. അപ്പോൾ അവിടെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാണ്? യഹ് ഗാഡി ചൽത്തി തി എന്ന് എഴുതണം. അതാണ് ആൻസർ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോഷ്ടകവും കെ ശബ്ദവും സേ പിരമിഡ് കി പൂർത്തി കരെ. അപ്പം നമുക്കിനി പിരമിഡാണ്, വാക്യ പിരമിഡ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം വാക്യ പിരമിഡുമായി ബന്ധപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 വാക്കുകൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചൽത്തി ഹുയി നൗജവാൻ. ചൽത്തി ഹുയി എന്നും നൗജവാനും എന്ന 2 വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ 2 വാക്കുകളെയും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റൻസിനെ വലുതാക്കണം. ശ്രദ്ധിക്കാം നമുക്ക്. പക്ഷി ദേഖ്താ ഹെ, പക്ഷി ദേഖ്താ ഹെ, പക്ഷി നോക്കുന്നു. പക്ഷി ബൈൽ ഗാഡിക്കോ ദേഖ്താ ഹെ, പക്ഷി എന്ത് ചെയ്യുന്നു? ആ കാളവണ്ടിയെ നോക്കുന്നു. നൗജവാൻ പക്ഷി, കണ്ടോ അവിടെ നമ്മൾ ചേർത്തു. നൗജവാൻ പക്ഷി ബൈൽ ഗാഡിക്കോ ദേഖ്താ ഹെ, നൗജവാൻ പക്ഷി ബൈൽ ഗാഡിക്കോ ദേഖ്താ ഹെ. അതാണ് ആദ്യത്തെ സെന്റൻസ്. അടുത്ത് നോക്കും. നൗജവാൻ പക്ഷി ചൽത്തി ഹുയി ബൈൽഗാഡി കോ ദേഖ്താ ഹെ. അപ്പം അവസാന സെന്റൻസ് എങ്ങനെയാണ്? നൗജവാൻ പക്ഷി ചൽത്തി ഹുയി ഗാഡി കോ ദേഖ്താ ഹെ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് പിരമിഡ് മനസ്സിലായി കാണും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സൂചന മേരി മമതാമയി മാ. നിങ്ങൾക്കറിയാം സംസ്മരണാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സംസ്മരണാണ്. മേരി മമതാമയി മാ संस्मरण का यह अंश पढ़े और 4 से 6 तक के प्रश्नों के उत्तर लिखे. അപ്പോൾ ഈ സംസ്മരണയിലെ അംശം നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് 4 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഭാഗം ശ്രദ്ധിക്കാൻ. നമുക്ക് ജബ് മേയം खाना खा चुका तो मेरे बड़े भाई ने मुझे एकांत में बुलाकर ठांडा. അപ്പോൾ നിങ്ങൾക്കറിയാം അബ്ദുൽ കലാം ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൂത്ത ചേട്ടൻ വന്നു എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അദ്ദേഹത്തിനെ വഴക്ക് പറഞ്ഞു. അതാണ് സന്ദർഭം. കലാം ജാൻതേ ഹോ ക്യാ ഹുവാ. കലാം, നീ മനസ്സിലാക്കിയോ എന്താണ് സംഭവിച്ചത്? തും റോട്ടി ഖാത്തെ ജാ രഹേദേ. നീ എന്താണ് റോട്ടി കഴിച്ചുകൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർ മാ തുമേ റോട്ടി ദേത്തി ജാ രഹി ദി. അമ്മ നിനക്ക് റൊട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഉനോനെ അപ്പനെ ഹിസ്സേ കി ഭി സാരി റോട്ടിയാം തുമേ ദേത്തി ദി. അപ്പം അമ്മ കഴിക്കാനുള്ള റോട്ടിയും കൂടെ നിനക്ക് അമ്മ തരികയാണ് ചെയ്തത്. അബി ഗർക്കി പരിസ്ഥിതി ടീക്ക് നഹീം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ അത്ര നല്ലതല്ല. ഏക്ക് സിമേദാർ ബേട്ട ബനോ ഓർ അപ്പനി മാക്കോ ഭൂക്കോ മത്ത് മാരോ. അപ്പം നീ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മകനായി മാറുക. തൻ്റെ അമ്മയെ എന്താണ് വിശന്ന് മരിക്കുന്നതിൽ നിന്നും വിശന്ന് മരിക്കാൻ ഇടവരുത്തരുത് എന്ന്. അപ്പോൾ ചേട്ടൻ പറയുകയാണ്. ചേട്ടൻ പറഞ്ഞ ആ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? അബ്ദുൽ കലാം ഒരു ദിവസം സഹോദരങ്ങൾ കൂടി ഇരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. ആ സമയത്ത് മൂത്ത ചേട്ടൻ വരുന്നു. ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിനോട് എന്ത് പറയുന്നു? അമ്മ ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് നീ അന്വേഷിക്കണം. നിനക്ക് അമ്മയ്ക്കുള്ള റൊട്ടിയും കൂടെ നിനക്ക് തരികയാണ്. അപ്പം നീ എന്ത് ചെയ്യണം? അമ്മ വിശന്ന് മരിക്കുന്നതിൽ നിന്ന് നീ എന്ത് ചെയ്യണം? അമ്മയെ രക്ഷപ്പെടുത്തണം. അപ്പോൾ നീ ഒരു ഉത്തരവാദിത്തമുള്ള മകനായി തീരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതാണ് സന്ദർഭം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 4ാമത്തെ, സഹി വികൽപ്പ് ചുൻകർ ലിഖേ. ഇതൊരു ക്വസ്റ്റ്യനാണ്. സ്ഥിരം നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. വഹ് പ്ലസ് നെ, അതായത് പ്രത്യയം ചേർത്ത് എഴുതണം. സർവനാം പ്രത്യയം ചേർത്ത് എഴുതാനുള്ളതാണ്. വഹ് പ്ലസ് നെ ഉനോനെ, യെ പ്ലസ് നെ ഉനോനെ, ബേ പ്ലസ് നെ ഉനോനെ, യഹ് പ്ലസ് നെ ഉനോനെ. ഇതിലേതാണ് ശരി? ബേ പ്ലസ് നെ ഉനോനെ. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഏക് ജമീന്ദാർ ബേട്ട ബനോ और अपनी माँ को भूखो मत मारो, बड़े भाई ने കലാം സേ ഏസാ ക്യോം കഹാ. നോക്കൂ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഏക് ജമീന്ദാർ ബേട്ട
ബേട്ട ബനോ, ഒരു ഉത്തരവാദിത്തമുള്ള മകനായി മാറണം. ഓർ അപ്പനി മാക്കോ, തൻ്റെ അമ്മയെ ഭൂക്കോ മത്ത് മാരോ, അമ്മയെ അതായത് വിശപ്പ് കൊണ്ട് മരിക്കാൻ ഇടവരുത്തരുത് എന്ന് പറയുകയാണ്. ബഡേ ഭായിനെ കലാം സെ ഏസ ക്യോം കഹ, എന്തിനാണ് മൂത്ത ചേട്ടൻ കലാമിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ സന്ദർഭം അറിയാം, നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്, അത് വായിച്ച് നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. अपने जमींदार बेटे से विशेष ममता होने के लिए अभी उनके परिवार इങ്ങനെ എഴുതുക ആൻസർ. अभी उनके परिवार की परिस्थिति ठीक नहीं थी. ആദ്യം നമ്മൾ എഴുതേണ്ട സെന്റൻസ് ഇതാണ്. അബി ഉൻകെ പരിവാർക്കെ പരിതസ്ഥിതി ടീക്ക് നഹിം ദി, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അത്ര നല്ലതില്ല. അപ്പനെ ജമീന്ദാർ ബേട്ടെ സെ വിശേഷ മമത ഹോനെ സെ മാനെ സുഗത് ഭൂക്കി രഹ്കർ ഹി കലാം കോ റോട്ടി ദേത്തി ജാ രഹി ദി ഇസ്ലിയെ, അതായത് അമ്മ സ്വയം വിശന്നിരുന്നിട്ട് എന്ത് ചെയ്യുകയാണ്? കലാമിന് ആഹാരം കൊടുക്കുകയാണ്, റോട്ടി കൊടുക്കുകയാണ്. അമ്മയ്ക്ക് കഴിക്കാനുള്ളതും കൂടെ ആർക്ക് കൊടുക്കുകയാണ്? കലാമിന് കൊടുക്കുകയാണ്. അതാണ് സന്ദർഭം. അതുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ പറയാനുള്ള കാര്യം. അപ്പോൾ എന്താണ് ആദ്യം പറയാനുള്ള സെൻറ്റൻസ് ഇതാണ്. ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അത്ര നല്ലതല്ല. അബി ഉൻകെ പരിവാർക്കെ പരിതസ്ഥിതി ടീക്ക് നഹിം ദി അപ്പനെ ജമീന്ദാർ ബേട്ടെ സെ വിശേഷ മമത ഹോനെ സെ, അതായത് തൻ്റെ മകനോടുള്ള ഒരു വിശേഷ വാത്സല്യം കൊണ്ട് അമ്മ എന്ത് ചെയ്തു? അമ്മ വിശന്നിരുന്നിട്ട് മകൻ എന്ത് ചെയ്തു? കൂടുതൽ റൊട്ടി കൊടുക്കുന്നു. അമ്മ സ്വയം വിശപ്പ് സഹിക്കുന്നു. അതാണ് റോട്ടി ദേത്തി ജാ രഹി ദി ഇസ്ലിയെ, അതുകൊണ്ടാണ് അമ്മ വിശന്നിരുന്ന് ആഹാരം കഴിക്കാതെ ആർക്ക് കൊടുക്കുന്നു? കലാമിനാണ്. അതുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ. ഭായി കി ബാത്തേം സുൻകർ കലാം കോ ജിഗറൻ की अनुभूति हुई, उसके अपने विचार ഡയറി മെയും ലിഖെ. അതായത് വേറെ ഒന്നുമല്ല, അതായത് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് അത് കേട്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിനൊരു വിറയൽ വന്നു, ഡോക്ടർ APJ അബ്ദുൽ കലാമിന്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അന്നത്തെ ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി. അപ്പോൾ ആ ഡയറിയാണ് നമുക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഡയറി എഴുതുമ്പോൾ ഒരു ഡേറ്റ് വെക്കണം, താരീഖ് വെക്കുന്നു, എന്നിട്ട് എഴുതുകയാണ് ആജ് കാ ദിൻ കബി ഫൂൾ നഹിം സക്ത, ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കൂല. ഹം ഭായി ബഹൻ ഖാനെ ബൈട്ടെ, നമ്മൾ സഹോദരങ്ങൾ ആഹാരം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. മാം മുജെ റോട്ടി ദേത്തി ജാ രഹി ദി, അമ്മ എനിക്ക് ആഹാരം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മെയും ഖാ രഹാദ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാദുമെയും പത്താച്ചല, അവസാനം എനിക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. കി വേ റോട്ടിയാം മാക്കെ ഹിസ്സേ കേദേ, അപ്പോൾ എനിക്ക് തന്ന റൊട്ടിയും കൂടെ അമ്മയ്ക്ക് കഴിക്കാനുള്ളതായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഏഹ് ജാൻകർ മുജെ സിഹ്റനിക്ക് അനുഭൂതി ഹുയി, ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് എന്താണ്? ആ വിറയലുണ്ടായി. മെയും അപ്പനെ ആപ്പുക്കോ രോക്ക് നഹിം സക, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ദൗഡ്കർ മാക്കെ പാസ് ഗയ, ഓടി അമ്മയുടെ അടുത്ത് പോയി. ഭാവാവേശമയും ഉൻസെ ലിപ്പട്ട് ഗയ, അമ്മയെ കെട്ടിപ്പിടിച്ചു. മാസെ ക്ഷമ മാങ്കി, അമ്മയടുത്ത് എന്ത് ചോദിച്ചു? ആ ക്ഷമ ചോദിച്ചു. അപ്പോൾ അതാണ് ഡയറി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റ് എഴുതുന്നു, അതിനുശേഷം ആ സന്ദർഭം എഴുതുന്നു. എന്താണ്? അമ്മ ആഹാരം കഴിക്കുകയായിരുന്നു, സഹോദരങ്ങൾ കൂടെ ഇരുന്ന് അദ്ദേഹം ആഹാരം കഴിക്കുന്ന ആ കാര്യം അതൊക്കെ ആ പാരഗ്രാഫിലുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് എഴുതാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ പാരഗ്രാഫ് നല്ലപോലെ വായിക്കുക, എന്നിട്ട് നിങ്ങളുടെ രീതിയിൽ എഴുതുക. ഡയറി എഴുതുമ്പം ഒരു ഡേറ്റും കൂടെ വയ്ക്കാൻ ഡേറ്റും കൂടെ വയ്ക്കണം. അതാണ് ഡയറിയുടെ മോഡലിൽ എഴുതുക. അതാണ് സന്ദർഭം. മനസ്സിലായി നിങ്ങൾക്ക്? ആഹാരം കഴിക്കുകയായിരുന്നു, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? അമ്മ ആഹാരം കഴിപ്പിക്കുന്നു. അമ്മയുടെ ഭാഗത്തുള്ള റൊട്ടിയും കൂടി, അതായത് ആഹാരം കൂടി അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ള വിവരം അവസാനം അറിയുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വിറയിൽ വരുന്നു, അമ്മയുടെ ക്ഷമ ചോദിക്കുന്നു, അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അതാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഓർമ്മിച്ചുകൊണ്ട് ഡയറി എഴുതാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ബഡേ ഭായിനെ കലാം കോ एकांत में बुलाकर टांडा,
कलाम ने इस घटना के बारे में बताते हुए मित्र को एक पत्र लिखा. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു ലെറ്റർ എഴുതാനുള്ള. അപ്പോൾ ലെറ്ററിൻ്റെ മോഡൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ പല ലെറ്ററിൻ്റെ മോഡലുകളും മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് ലെറ്റർ എങ്ങനെ എഴുതണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. കലാമിനെ എന്ത് ചെയ്തു? ചേട്ടൻ ഒറ്റയ്ക്ക് വിളിച്ചു, എന്നിട്ട് വഴക്ക് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ സന്ദർഭം മനസ്സിൽ വെച്ചുകൊണ്ട് കലാം തൻ്റെ കൂട്ടുകാരന് ലെറ്റർ എഴുതി. അപ്പോൾ ആ ലെറ്ററാണ് നമ്മൾ എഴുതാനുള്ളത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഇങ്ങനെ വ്യക്തമാക്കാം. ബഡേ ഭായിനെ കലാമുക്കോ ഏകാന്തമേയും ബുലാക്കർ ടാണ്ട. അപ്പം മൂത്ത ചേട്ടൻ കലാമിനെ ഒറ്റയ്ക്ക് വിളിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? ശഹാരിച്ചു, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു. കലാമിനെ ഇസ് ഘടനാക്കെ ബാരമേ. അപ്പം നമ്മുടെ കലാം എന്ത് ചെയ്യുന്നു? ഈ സംഭവം, ഘടന എന്നൊന്ന് സംഭവം, ഘടനയെ പറ്റി ബദാത്തെ ഹുയെ മിത്രക്കോ ഏക പത്രത്തിലേക്ക്. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ സംഭവം പറഞ്ഞുകൊണ്ട് കലാം എന്ത് ചെയ്യുന്നു? തൻ്റെ കൂട്ടുകാരന് ഒരു കത്ത് എഴുതുന്നു. കലാം കാ പത്ര കൽപ്പന കരക്കിലേക്ക്. അപ്പം കലാമിൻ്റെ ആ ലെറ്ററാണ് നിങ്ങൾ കൽപ്പന ചെയ്ത് എഴുതാനുള്ളത്. മനസ്സിലായി? ഇത് അഥവാ ക്വസ്റ്റ്യൻ ആണ്, ചോയ്സ് ആണ്. ഒന്നി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ആ ഡയറി എഴുതാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ലെറ്റർ എഴുതാം. അപ്പം ഡയറിയാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ ആദ്യത്തെ ഡയറി എഴുതുക, അല്ലെങ്കിൽ ലെറ്ററാണ് നിങ്ങൾക്ക് അറിയുന്നത് ലെറ്റർ. അപ്പോൾ ലെറ്ററിന് കുറച്ച് ഫോർമാറ്റൊക്കെ ഉണ്ട്. ആ ഫോർമാറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. വലത് ഭാഗത്തായിട്ട് സ്ഥാൻ താരിഖ് വെക്കുന്നു, പിന്നെ ഒരു സംബോധന, പ്രിയ മിത്ര. ഇനി നോക്കൂ, ലെറ്റർ തുടങ്ങുകയാണ്. തും കൈസേ ഹോ, നിനക്ക് സുഖമാണോ? കുശൽ ഹോന, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. മെയ് മിഹാൻ ടീക്ക് ഹും, ഞാനിവിടെ സുഖമാണ്. തുമാരി കോയി ഖബർ നെഹിം, കുച്ച് ദിനോം സെ, കുറച്ച് ദിവസമായിട്ട് നിൻ്റെ ഒരു വിവരമില്ലായിരുന്നു. एक खास बात बताने के लिए मैं പത്ര भेज रहा हूँ. എന്താണ് ഒരു പ്രത്യേക കാര്യം, ഒരു പ്രത്യേക സംഭവം നിനക്ക് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ലെറ്റർ അയക്കുന്നത് എന്ന് പറയണം. ആജ് ഏക്ക് വിശേഷ ഘടന ഹുയി, ഇന്നൊരു വിശേഷ സംഭവം ഉണ്ടായി. ഹം ഭായി ബഹൻ ഖാനെ ബൈട്ടെ. അപ്പോൾ നമ്മൾ സഹോദരങ്ങൾ ആഹാരം കഴിക്കുകയായിരുന്നു. മാ മുജെ റോട്ടിയ ദേത്തി ജാ രഹി ദി, അമ്മ എനിക്ക് റൊട്ടി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മേം ഖാ രഹാദ, ഞാൻ കഴിക്കുകയായിരുന്നു. ബാദുമേയും പത്താ ചലാക്കി, അതിന് ശേഷം എനിക്ക് മനസ്സിലായി. വേ റോട്ടിയ മാക്കെ ഹിസ്സയ്ക്ക് ദേ, അപ്പം എനിക്ക് തന്ന റൊട്ടി കൂടെ അമ്മയ്ക്ക് കഴിക്കാനുള്ളതായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നു. യഹ് ജാൻകർ മുജെ സെഹ്റനിക്ക് അനുഭൂതി ഹുയി, അപ്പം ഇത് അറിഞ്ഞിട്ട് എനിക്ക് വിറയലുണ്ടായി. മേം അപ്പനെ ആപ്പുക്കോ രോക്ക് നെയ്സക്ക, എനിക്ക് എന്നെ തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, നിയന്ത്രിക്കാൻ പറ്റിയില്ല. ദൗഡ് കർ മാക്കെ പാസ് ഗയ, ഓടി ഞാൻ അമ്മയുടെ അടുത്ത് പോയി. ഭാവാവേശുമയും ഉൻസെ ലിപ്പട്ട് ഗയ, അമ്മയെ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു. മാസെ ക്ഷമ മാങ്കി, അമ്മയുടെ അടുത്ത് ക്ഷമ ചോദിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുന്നു. പിന്നെ വഹാ തുമാരി പടായി കൈസെ ചൽ രഹി ഹെ, അവിടെ നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? തും കബ് യഹാം ആവോങ്കെ, നീ എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? തുമാരെ പരിവാർ വാലോം സെ മേരാ പ്രണാം, അപ്പം നിൻ്റെ കുടുംബത്തിലുള്ളവരുടെ എൻ്റെ അന്വേഷണം പറയുക. മനസ്സിലായില്ലേ? കഹന എന്നും അത്രയും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വലത് ഭാഗത്തായിട്ട് തുമാര മിത്ര, നിൻ്റെ കൂട്ടുകാരൻ, നാം ഹസ്താക്ഷർ അത് എഴുതുന്നു. മനസ്സിലായോ? ഈ ഭാഗത്തായിട്ട് സേവാമയം ടു അഡ്രസ്സും എഴുതി വയ്ക്കുന്നു. അതാണ് ലെറ്ററിൻ്റെ മോഡൽ. അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത സൂചന ദീപ് ജലാവോ കവിതാക്കി ഏ പങ്ക്തിയാം പടേ. ദീപ് ജലാവോ എന്ന കവിതയുടെ വരികൾ വായിക്കുക. ഓർ പ്രശ്ന 9 और 10 के उत्तर लिखे. 9ാമത്തെയും 10ാമത്തെ ക്വസ്റ്റ്യൻ എഴുതണം. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ദീപ് ജലാവോ കവിതയാണ്. ആ ദീപ് ജലാവോ കവിത വായിക്കുക, എന്നിട്ട് 9ഉം 10ഉം ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. നമുക്ക് ആ കവിത ശ്രദ്ധിക്കാം, കവിതയുടെ വരികൾ ശ്രദ്ധിക്കാം. ഇസ് ജീവൻ മെയും रहन जाए मल देश धम्ब अन्याय घृणा चरण चल गृह कर उज्ज्वल. गृह की लक्ष्मी मुस्काओ.
അപ്പോൾ ഇവിടെ പറയുന്നത് ദീപം തെളിയിക്കുക, പ്രകാശം തെളിയിപ്പിക്കുക. നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് നമ്മൾ ദീപം തെളിയിക്കുക. അങ്ങനെ ആ ദീപം എന്ന് പറഞ്ഞ അറിവിൻ്റെ ഒരു പ്രതീകമായിട്ട് കവി പറയുകയാണ്. അങ്ങനെ ദീപം തെളിയിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ദുഷിച്ച ചിന്തകളും വെറുപ്പും അതേപോലെ കാപട്യവും ഒക്കെ അകന്നു പോകും. അതുകൊണ്ട് അദ്ദേഹം എന്ത് പറയുകയാണ്, ഈ വീട്ടിലുള്ള ലക്ഷ്മിയാണ് വിളക്ക്, അതുകൊണ്ട് നിങ്ങൾ വിളക്ക് തെളിയിക്കുക എന്ന് പറയുകയാണ് ആ വരിയിൽ കൂടെ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ശ്രദ്ധിക്കാം. ജീവൻമേയും ഇൻമേയും കിസ്കോ ചോഡ്ന ഹെ. അപ്പോൾ എന്താണ് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടത് എന്താണെന്ന് ചോദിക്കുകയാണ്. എന്തിനെയാണ് ഉപേക്ഷിക്കേണ്ടത്? അപ്പോൾ കുറേ ദുശീലങ്ങൾ അവിടെ പറഞ്ഞു, അതാണ് അവിടെ പറയുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ചോയ്സ് ന്യായിക്കോ, ന്യായത്തിനെ കളയണമെന്ന് പറയും. ദേഷ്യത്തിനെ കളയണം. ദേഷ്കോ, ദ്വേഷ്കോ, പ്യാർക്കോ, സ്നേഹത്തിന് മിത്രത. അപ്പം നിങ്ങൾക്കറിയാം ദ്വേഷ്കോ ചോടിന. അടുത്ത് നമുക്ക് നോക്കാം 10ാമത്തെ ക്വസ്റ്റ്യൻ. യഹ് ആശയവാലി പങ്ക്തിയാം കവിതാംശുമേംസ് ചുൻകലിലേക്ക്. ഇനി ഒരു ആശയം കൊടുത്തിട്ടുണ്ട്, ആ ആശയത്തിന് യോജിച്ച വരികൾ നമ്മുടെ കവിതയിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ഹമേം കദം കദം പർ ഗൃഹ കോ പ്രകാശമയി ഏവം ഐശ്വര്യപൂർണ്ണ ബനാനാ ഹെ. അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പും ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വീടിനെ, ഗൃഹത്തിനെ പ്രകാശമയമാക്കണം. അതേപോലെ ആ വീടിന് ഐശ്വര്യം പ്രദാനം ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വിളക്കാകുന്ന പ്രകാശം, അറിവാകുന്ന പ്രകാശം നമ്മൾ ജ്വലിപ്പിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അതിന് യോജിച്ച വരികൾ ഏതായിരിക്കും? നമുക്ക് അത് അവിടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ കവിതാഭാഗം വായിക്കുമ്പോൾ ഇതാണ് കൂട്ടുകാരെ ശരിയായിട്ടുള്ള ആൻസർ. ചരൺ ചൽ ഗൃഹ് കർ ഉജ്ജ്വല്. അപ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ എന്ത് ചെയ്യുക, ഗൃഹത്തിനെ ഉജ്ജ്വലമാക്കണം. ഗൃഹ് കി ലക്ഷ്മി മുസ്കാവോ. ആ സമയത്ത്, അതായത് ദീപം തെളിയിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വീട്ടിലുള്ള ലക്ഷ്മി, ഐശ്വര്യം എന്ത് ചെയ്യും, പുഞ്ചിരിക്കും. അപ്പോൾ അന്ധകാരത്തിൽ ഇരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, പ്രകാശം തെളിയിക്കണം. പ്രകാശം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അറിവാകുന്ന പ്രകാശം നമ്മൾ തെളിയിക്കണം എന്നാണ് കവി പറയുന്നത്. അടുത്ത് നോക്കൂ, സൂചന. संसार पुस्तक है शीर्षक पत्र का यह अंश पढ़े. നമ്മൾ പഠിച്ചതാണ്. संसार पुस्तक है ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്ര അല്ലെ, ലെറ്ററാണ്. ജയിലിൽ കിടന്ന സമയത്ത് ഇന്ദിര എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ലെറ്റർ അയക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം മറുപടിയായിട്ട് ലെറ്റർ അയക്കുന്നതുമാണ് നമ്മൾ संसार पुस्तक है അതിൽ നമ്മൾ പഠിച്ചത് അല്ലേ. संसार पुस्तक है शीर्षक पत्र का यह अंश पढ़े. ആ ലെറ്ററിൻ്റെ ഈ അംശം വായിക്കുക. और 11 से 13 तक के प्रश्नों के उत्तर. അതിനുശേഷം 11 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താണ്. നമുക്കപ്പോൾ അത് വായിക്കാം. യഹ് തോ തും ജാൻതി ഹോ കി, ഇത് നിനക്ക് അറിയാമല്ലോ. യഹ് ധർത്തി ലാഖോം കരോടോം വർഷ പുരാനി ഹെ. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ലാഖോം, അതായത് ലക്ഷക്കണക്കിന്, കരോടും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് പുരാതനമാണ്, പഴയതാണ് എന്ന് പറയുന്നത്. ഓർ ബഹുത്ത് ദിനോം തക്ക് ഇസ്മയും കോയി ആത്മീനാഥ. അപ്പം കുറേ വർഷങ്ങളോളം ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു വസ്തു ഉണ്ടായിരുന്നില്ല, മനുഷ്യനുണ്ടായിരുന്നില്ല. ആത്മീയോം കെ പഹലെ സിർഫ് ജാൻവർ ദേ. അപ്പം മനുഷ്യർക്ക് മുമ്പേ ഇവിടെ മൃഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ജബ് ഇസ് ധർത്തി പർ കോയി ജാൻദാർ ചീസ് നാദി. ആ സമയത്ത് ഈ ഭൂമിയിൽ അറിയപ്പെടുന്ന ഒരു വസ്തുക്കളും ഉണ്ടായിരുന്നില്ല. ആജ് ജബ് യഹ് ദുനിയ ഹർ തരക്ക് ജാൻവറും ഒരു ആത്മീയവും സെ ഭരി ഹുയി ഹെ. എന്നാൽ ഇന്ന് എന്താണ്, ഇവിടെ എല്ലാ വിധത്തിലുള്ള മൃഗങ്ങളും അതേപോലെ തന്നെയാണ് വസ്തുക്കളും കൊണ്ട് അല്ലേ, മൃഗങ്ങളും മനുഷ്യരും പലതരത്തിലുള്ള വസ്തുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉസ് ജമാനെ കാ ഗ്യാൽ കർണ ഭി മുഷ്കിൽ ഹെ. അപ്പം കഴിഞ്ഞ കാലത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രയാസമുള്ളതാണ്. ജബ് യഹാം കുച്ച് നാദ, അന്ന് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ അവസ്ഥയാണ് അദ്ദേഹം ഈ ലെറ്ററിൻ്റെ ആ ഭാഗത്ത് പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മനുഷ്യനുണ്ടായിരുന്നില്ല, മൃഗങ്ങളായിരുന്നു. അപ്പോൾ അറിയപ്പെടുന്നതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാരഗ്രാഫിൻ്റെ അംശത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. संसार पुस्तक है शीर्षक पत्र
കിസ്നെ ലിഖ അറിയാലോ നിങ്ങൾക്ക്. ആരാണ് ഇത് എഴുതിയത്? ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇന്ദിര പ്രിയദർശിനിനെ. ഇന്ദിരയാണോ എഴുതിയത്? പ്രേംചന്ദിനെ. പ്രേംചന്ദാണോ എഴുതിയത്? ജവഹർലാൽ നെഹ്റുവിനെ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം ആരാണെന്ന്. ജവഹർലാൽ നെഹ്റുവിനെ. മഹാത്മാഗാന്ധിനെ ആരാണ്? ജവഹർലാൽ നെഹ്റു. ആൻസർ ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത് നോക്കൂ. प्रस्तुत अंश के आधार पर 4 सही प्रस्ताव चुनकर लिखे. അടുത്തൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 പ്രസ്താവന ശരിയായിട്ടുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് തരിക. അപ്പോൾ പാരഗ്രാഫ് നിങ്ങൾ നല്ലപോലെ വായിച്ചാൽ മതി, ഇത് നിങ്ങൾക്ക് കിട്ടും. നമുക്കത് വായിക്കാം. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ജാൻവരോം സെ പഹലെ ധർത്തി പർ സിർഫ് ആത്മീയതേ. ഈ പ്രസ്താവന ശരിയാണോ നമുക്ക് ശ്രദ്ധിക്കാം. ജാൻവരോം സെ പഹലെ, ഈ ജാൻവർ മൃഗങ്ങൾക്ക് മുമ്പേ ധർത്തി പർ സിർഫ് ആത്മീയതേ, ഈ ഭൂമിയിൽ കേവലം മനുഷ്യർ മാത്രമേ ഉണ്ട്. ശരിയാണോ അത് ആ പ്രസ്താവന? ശരിയല്ല അല്ലേ. ധർത്തി ലാഖവും കരോടും വർഷ പുരാനി ഹെ. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് പുരാതനമാണ്. അത് ശരിയല്ലേ കൂട്ടുകാരെ? അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആത്മീയോം കെ പഹലെ ധർത്തി പർ സിർഫ് ജാൻവർ ദേ. അപ്പോൾ എന്താണ്? ആത്മീയോം കെ പഹലെ, മനുഷ്യർക്ക് മുമ്പ് ഈ ഭൂമിയിൽ എന്തായിരുന്നു? മൃഗങ്ങളായിരുന്നു. ആ പ്രസ്താവനയും ശരിയാണ് അല്ലേ. आज यह धरती हर तरह जानवरों आत्मियों से भरी हुई है. ആ പ്രസ്താവന ശരിയാണ്. ആജ് യഹ് ധർത്തി, ഇന്ന് ഈ ഭൂമി പല തരത്തിലുള്ള മൃഗങ്ങളെ കൊണ്ടും മനുഷ്യരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അടുത്തത് നോക്കൂ. ആജ് ധർത്തി പർ കോയി ജാൻദാർ ചീസ് നഹിം ഹെ. ശരിയാണോ? അത് അല്ല. ആജ് ധർത്തി പർ, ഇന്ന് ഭൂമിയിൽ ഒരു അറിയപ്പെടുന്ന വസ്തുവുമില്ല. ശരിയാണോ? അത് അല്ല. ലാഖോ കരോടോ വർഷ പഹലെ ധർത്തി ബേഹദ് ഗർം ദി. അപ്പം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ചുട്ടുപഴുത്ത ഒരു ഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ ചുട്ടുപഴുത്തതായിരുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പം മനസ്സിലായല്ലോ ആ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ജൂലൈ 28 വിശ്വ പ്രകൃതി സംരക്ഷൺ ദിവസ്. അപ്പോൾ ജൂലൈ 28 വിശ്വ പ്രകൃതി സംരക്ഷൺ ദിവസാണ്. इस अवसर पर प्रकृति को बचाए जीवन बचाए का संदेश देते हुए പോസ്റ്റർ തയ്യാറാക്കുക. അപ്പം പോസ്റ്റർ തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻ സിമ്പിളാണ്. അപ്പോൾ നമുക്കിവിടെ ആശയം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ തയ്യാറാക്കാനുള്ളത് വിവരണാത്മക പോസ്റ്റർ അല്ല, സന്ദേശാത്മക പോസ്റ്ററാണ്. സന്ദേശം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് സന്ദേശം? പ്രകൃതി കോ ബച്ചായെ ജീവൻ ബച്ചായെ. അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഒരു നല്ലൊരു ബോർഡറൊക്കെ വരച്ചിട്ട് ഒരു ഭൂമിയുടെ ചിത്രം വരയ്ക്കുക. വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആശയം എഴുതി വെക്കണം. പ്രകൃതി കോ ബച്ചായെ ജീവൻ ബച്ചായെ. പ്രകൃതിയെ രക്ഷിക്കുക, ജീവൻ രക്ഷിക്കുക. പ്രകൃതിയെ രക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ജീവൻ നിലനിൽക്കുകയുള്ളൂ. അതാണ് സന്ദേശം. അപ്പം പ്രകൃതി കോ ബച്ചായെ ജീവൻ ബച്ചായെ എന്നാണ് ജൂലൈ 28 വിശ്വ പ്രകൃതി സംരക്ഷൺ ദിവസ്. ഇത്ര എഴുതി വയ്ക്കുക. ഒരു ബോർഡർ വരച്ച് ഒരു ചെറിയൊരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ സന്ദേശം എഴുതുക. പിന്നെ അവിടെ അതിലുള്ള കാര്യങ്ങൾ എഴുതുക. നിങ്ങൾ പുറത്തുനിന്ന് എഴുതേണ്ടതില്ല. പുറത്തുനിന്ന് എഴുതാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പ വഴിയിൽ എന്ത് ചെയ്യാം? ആ ഒരു ബോർഡർ വരച്ച് ഒരു ചെറിയൊരു ഭൂമിയുടെ ചിത്രമൊക്കെ വരച്ചിട്ട് എന്ത് ചെയ്യുക? പ്രകൃതിക്കോ ബച്ചായ ജീവൻ ബച്ചായ ആ സന്ദേശം എഴുതണം. പിന്നെ എന്ത് ചെയ്യണം? ആ ഡേറ്റും എഴുതി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അടുത്തത് സൂചന അകാലുമയം സാരസ് കവിത. നമ്മൾ പഠിച്ച കവിതയാണ്. അകാലുമയം സാരസ് കവിതയ്ക്ക് ये पंक्तियां पढ़े और 14 से 17 तक के प्रश्नों के उत्तर लिखें. ഇനി 14 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതേണ്ടത് ഏത് കവിതയിൽ നിന്നാണ്? അകാലുമയം സാരസ് എന്ന കവിതയുടെ ഭാഗം കൊടുത്തിട്ടുണ്ട്. वे देर तक करते रहे शहर की പരിക്രമ. അവ എന്ത് ചെയ്തു? ആ പക്ഷികൾ വളരെ നേരം, കൂടുതൽ നേരം എന്ത് ചെയ്തു? ഈ പട്ടണത്തിൽ ചുറ്റി പറന്നുകൊണ്ടേയിരുന്നു. ദേർ തക്ക് ചത്തോ മോർ ബാരജോം പർ ഉനോനെ ഡൈനോം സെ ചർത്തി രഹി. പിന്നെ അത് എന്ത് ചെയ്തു? ആ വീടുകളുടെ ആ മുകൾ ഭാഗത്തു കൂടെ എന്ത് ചെയ്തു? ചിറകടിച്ചത് പറന്നുകൊണ്ടേയിരുന്നു. ദാൻ കി സൂക്കി പത്തിയോം കി ഗന്ധ. ആ സമയത്ത് എന്താണ്? ധാന്യത്തിൻ്റെ ഉണങ്ങിയ ഇലകളുടെ ഗന്ധം, അതായത് പൊതിച്ചോറുകൾ എച്ചിലൊക്കെ എന്താണ് ഉണങ്ങി അതിൻ്റെ ഒരു ഗന്ധം പരക്കുകയായിരുന്നു. എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കവിതാംശമയും പങ്ക് കെ അർത്ഥമയും പ്രയുക്ത ശബ്ദ
കോൺസാദ. അപ്പം ഇവിടെ ചോദിച്ചത് പകരം പഠിച്ച ഒരു വാക്കാണ് പങ്ക്. പങ്ക് എന്ന് പറഞ്ഞാൽ ചിറകാണ്. ആ ചിറകിന് പകരം വേറൊരു വാക്ക് നമ്മുടെ കവിതയിലുണ്ട്. അതെന്താണ്? അപ്പം നമുക്കിവിടെ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഷഹർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഡൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ചത്ത്, അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡൈൻ എന്ന് പറഞ്ഞ വാക്കാണ് ചിറകിന് പകരമുള്ള വേറൊരു വാക്ക്. പങ്കിന് പകരം കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്നത് ഡൈൻ എന്ന വാക്കാണ്. മനസ്സിലായോ? അവിടെ നോക്കൂ, സാരസ് പക്ഷി കിസ്കി തലാഷ്മയമായത്. അപ്പോൾ ഈ സാരസ പക്ഷി എന്ത് അന്വേഷിച്ച് വന്നതാണ്? നമുക്കറിയാം വേനൽക്കാലമാണ്. വേനൽക്കാലം ദാഹം ഉണ്ടാവും. അപ്പോൾ അവ എന്ത് അന്വേഷിച്ച് വന്നതാണ്? പാനീക്കി തലാഷ്മയം, വെള്ളം അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ അത് എളുപ്പമുള്ളതായിരുന്നു. അടുത്ത് നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. धान की पत्तियों के सूखे के क्या क्या कारण हो सकते हैं? അപ്പോൾ ഈ ധാന്യം പൊതിഞ്ഞ ആ ഇല എന്താണ് ഉണങ്ങാനുള്ള കാരണം എന്താണ്? ഉണങ്ങാനുള്ള കാരണം എന്താണ്? വരൾച്ചയാണ് അല്ലേ? വരൾച്ചയ്ക്ക് കാരണം എന്തായിരിക്കും? ആ മഴയില്ല, അത് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിരിക്കുന്നു അല്ലേ? അത് കാര്യങ്ങളൊക്കെയാണ് ഇതാണ്. അപ്പം നമുക്ക് നോക്കാം. സൂക്ക എന്ന് പറഞ്ഞാൽ ആദ്യം പറയാനുള്ള ഇതാണ് അകാൽ അല്ലെങ്കിൽ സൂക്ക, വരൾച്ച. പിന്നെ എന്താണ്? ജൽ സ്രോതോം കാ നാശ്, പിന്നെ ജലസ്രോതസ്സൊക്കെ നശിച്ചിരിക്കുന്നു. അതായത് പൈപ്പിൽ വെള്ളമില്ല, കുളത്തിൽ വെള്ളമില്ല, നദിയിൽ വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നു. പര്യാവരണ പ്രദൂഷണം, അത് മാത്രമല്ല പരിസ്ഥിതി മലിനീകരണം, വർഷാക്കി കമ്മി, മഴയുടെ കുറവ്, ഷഹരീകരൺ കേലിയെ ഹോരഹി ജംഗൽ പേടോം കി കട്ടായി. അപ്പം പട്ടണവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? മരങ്ങളും ചെടികളൊക്കെ വെട്ടി നശിപ്പിക്കുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 17ാമത്തെ കവി और कविता का परिचय देते हुए कवितांश का आशय लिखें. അപ്പം നമുക്ക് എഴുതാനുള്ള ആസ്വാദന കുറിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് നോക്കാം. പ്രസ്തുത പങ്ക്തിയം. അപ്പം ആദ്യം നിങ്ങൾ എഴുതേണ്ട സെൻറ്റൻസ് ഇതാണ്. ഈ വരി എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? കവിയുടെ പേര്, അതൊക്കെയാണ് കൊടുക്കാനുള്ളത്. പ്രസ്തുത പങ്ക്തിയാം ഹിന്ദി കെ പ്രസിദ്ധ കവി കേദാരനാഥ് സിംഹ് की सुंदर कविता അകാലമേം സാരസെ ലി ഗയി ഹെ. അപ്പം ഈ നമുക്ക് തന്നിരിക്കുന്ന വരികൾ ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ കേദാർനാഥ് സിംഹിൻ്റെ സുന്ദരമായ കവിത അകാൽ മേം സാരസ് എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇസ്മയും പാനി കേലിയെ ആയ സാരസ്, പാനി പിയെ ബിന ലൗട്ട്നേക്ക ചിത്രം ഹെ. അതായത് വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന ഈ ദേശാടന പക്ഷികൾ വെള്ളം കുടിക്കാതെ തിരിച്ചു പോകുന്ന ചിത്രീകരണമാണ് കവി ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിങ്ങനെ ഇത്ര എഴുതി വയ്ക്കുക നിങ്ങൾ. അതിനുശേഷം ആ കവിതയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? ഇപ്പം എന്താണ്? പാനി നഹിം ഹെ. അപ്പം പാനി ഇല്ലാതാവാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? ബാരിഷ് നഹിം ഹെ और അകാൽ ഹെ. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ആശയം, ആ കവിതയുടെ ആശയം എഴുതി വയ്ക്കാം. അടുത്ത് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. സൂചന മേരി മമതാമയി മാ സംസ്മരണക്ക യഹ അംശപ്പെടെ. ഇപ്പം കണ്ടു, വീണ്ടും മേരി മമതാമയി മാ, അത് സംസ്മരണി എന്നാണ് വീണ്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അംശപ്പെടെ और പ്രശ്ന അടാരക ഉത്തരക്ക്. 18ാമത്തെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ് കേട്ടോ? അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഉസ് ദിൻ പഹലി ബാർ മുझे സിഹറൻ की അനുഭൂതി हुई. ആ ദിവസം ആദ്യമായിട്ട് എനിക്ക് എന്താണ്? ഒരു വിറയലിൻ്റെ അനുഭവം ഉണ്ടായി. മേം അപ്പനെ ആപ്പുക്കോ രോക്ക് നഹിം സക്ത. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ദൗഡ് കർ അപ്പനി മാ കെ പാസ് ഗയ. ഓടി ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി. ഭാവാവേശമയും ഉൻസിൽ ലിപ്പട്ട് ഗയ. അമ്മ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. ഇസ് പ്രസംഗ്, 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇസ് പ്രസംഗ് പർ ബാലക് കലാം और माँ के बीच की संभावित ബാത്ചീത്തിലേക്ക്. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭാഷണം, വാർത്താലാപം എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ് ബാത്ചീത്ത് എന്ന് ചോദിക്കാം. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ വാർത്താലാപം എന്ന് പറഞ്ഞാൽ സംവാദം എന്ന് പറഞ്ഞാലും ഒരേ ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾ കോൺവെർസേഷനാണ് എഴുതാനുള്ളത്, സംഭാഷണമാണ് എഴുതാനുള്ളത്. അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ്? അമ്മയും കലാമും തമ്മിലുള്ള സംഭാഷണം. നമുക്ക് ശ്രദ്ധിക്കാം. അമ്മ. അപ്പോൾ ആദ്യം അമ്മയാണ് പറഞ്ഞത്. ക്യാ ഹുവാ ബേട്ട തൂ മുझे ലിപ്പട്ട് കർ ക്യോം രോ രഹാ ഹെ. ക്യാ ഹുവാ ബേട്ട, എന്തു പറ്റി മോനെ? തൂ മുझे ലിപ്പട്ട് കർ ക്യോം രോ രഹാ ഹെ. നീ എന്തിനാണ് എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയുന്നത്? കലാം.
ആപ്കി ഹിസ്സേ കി റോട്ടിയാ മുझे ക്യോം ദി, അമ്മ എന്തിനാണ് അമ്മയ്ക്ക് കഴിക്കാനുള്ള ആ റൊട്ടിയും കൂടെ എനിക്ക് തന്നത്? അപ്പം അമ്മ പറയണ തു പഠായിക്ക് സാത്ത് കമായി ഭി കർത്തേ ഹേന, നീ പഠിത്തത്തിനോടൊപ്പം തന്നെ നീ എന്ത് ചെയ്യുകയാണ്? സമ്പാദിക്കുകയും കൂടിയല്ലേ, ജോലി ചെയ്യുകയും കൂടിയല്ലേ എന്ന് പറഞ്ഞു. ഉസ്കെ ലിയേ തുജെ താക്കത്ത് തോ ചാഹിയെ, അതിനു വേണ്ടി നിനക്ക് എന്ത് വേണം? ശക്തി വേണം. ആഹാരം കഴിച്ചാലേ നിനക്ക് ശക്തി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഞാൻ കഴിക്കുന്നതും കൂടെ നിനക്ക് ഞാൻ തന്നത് എന്നമ്മ പറയണം. കലാം ആപ്പ് ഭൂക്കോം മർത്തി തോ മേം കൈസെ ഗുഷ് രഹൂമ, അമ്മ വിശന്ന് മരിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും അമ്മ എന്ന് കലാം ചോദിക്കണം. അമ്മ കോയി ബാത്ത് നെഹിം ബേട്ട മുझे ഭൂക്ക് നെഹിം ലഗത്തി, എനിക്ക് നീ ഒന്നുകൊണ്ടും ചിന്തിക്കേണ്ട മോനെ, എനിക്ക് വിശപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് തരാത്തത്. അമ്മ എന്താണ് സ്വയം അമ്മയുടെ വിശപ്പ് അടക്കിയിട്ട് എന്ത് ചെയ്യുക? മകന് ആഹാരം കൊടുക്കുക. അതാണ് ബാച്ചിത്ത് സംഭാഷണം. അഥവാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബാച്ചിത്ത് അറിഞ്ഞുകൂടെങ്കിൽ അടുത്തൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് അടുത്തുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ബാച്ചിത്ത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതെഴുതാം. ക്വസ്റ്റ്യൻ ഇതാണ്, സംസ്മരണയ്ക്ക് ആധാർ പർ സഹി മിലാൻ കരെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചേരുംപടി ചേർക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മുകളിലുള്ള സംസ്മരണവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു ഭാഗത്തുള്ളത് ആദ്യം വായിക്കാം. കലാം കാ പരിവാർ, കലാമിൻ്റെ കുടുംബം. ശ്രീ സോമിയാർ ആരും നിങ്ങൾക്കറിയാം. കലാം പടായി ഓർ കമായി, അപ്പം കലാം പഠിക്കുന്നു, അതിൻ്റെ കൂടെ സമ്പാദ്യവും ചെയ്യുന്നു, ജോലിയും ചെയ്യുന്നു. കലാം കി മാ, കലാമിൻ്റെ അമ്മ. അപ്പം ഇനി ഇപ്പുറത്തെ ഭാഗത്തുള്ളതാണ് ഞാൻ പറയുന്നത്. അദ്വിതീയ ഗണിത ശിക്ഷകത, അദ്വിതീയനായ അറിയപ്പെടുന്ന ഒരു ഗണിതത്തിൻ്റെ അധ്യാപകനാണ്. സംയുക്ത പരിവാരത, ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്, കൂട്ടുകുടുംബമാണ്. ധാർമ്മിക പ്രവൃത്തിക്ക് മഹിളാതെ, അപ്പം മതപരമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. ഏക് സാത്ത് കർത്താത, ഒരുമിച്ച് ചെയ്യുമായിരുന്നു. ഇനി നമുക്ക് നോക്കാം കലാം കാ പരിവാർ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, കലാം കാ പരിവാർ സംയുക്ത പരിവാർ, അതാണ് ആൻസർ. ശ്രീ സോമിയാർ ആരായിരുന്നു? അദ്വിതീയ ഗണിത ശിക്ഷകൻ, അറിയപ്പെടുന്ന ഗണിത ശിക്ഷ. കലാം പടായി ഓർ കമായി, അപ്പം കലാം എന്ത് ചെയ്യുന്നു? അപ്പം പഠിത്തവും എന്ത് ചെയ്യുന്നു? ജോലിയും. അതെന്താണ്? ഏക് സാത്ത് കർത്താത, ഒരുമിച്ച് ചെയ്യുന്നു, പഠിക്കുന്നു, അതിനോടൊപ്പം ജോലിയും ചെയ്യുന്നു. കലാം കി മാ, കലാമിൻ്റെ അമ്മ, അതിനെ യോജിച്ചതാണ് ധാർമ്മിക പ്രവൃത്തിക്ക് മഹിളാതെ, ധാർമ്മിക പ്രവൃത്തികൾ, മതപരമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 9ാം ക്ലാസ്സിലെ കഴിഞ്ഞ മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്തത്, അല്ലെങ്കിൽ ചർച്ച ചെയ്തത്. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് ഇപ്പോഴും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കുക. പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യനാണോ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ആൻസർ ഉണ്ട്. നിങ്ങൾ ഒരുവിധം നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. ഈ 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം കിട്ടുമ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾ നല്ലപോലെ വായിച്ച് നോക്കുക. വായിച്ച് നോക്കി ആൻസർ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുകയാണെങ്കിൽ ആൻസർ നിങ്ങൾക്ക് അതിന്ന് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. പിന്നെ ലെറ്ററിൻ്റെയൊക്കെ മോഡലൊന്ന് മനസ്സിലാക്കിയിട്ട് പോകുക. അതേപോലെ ഡയറിയുടെ മോഡൽ, വാർത്താ ലാബ്, അങ്ങനത്തെ കുറച്ച്. പിന്നെ പിരമിഡ്, വാക്യ പിരമിഡ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. വാക്യ പിരമിഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് നേടിത്തരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാനുള്ളത്. എല്ലാ കൂട്ടുകാർക്കും പരീക്ഷ ഈസി ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം പരീക്ഷയ്ക്ക് എല്ലാ വിജയാശംസകളും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ട രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി.